Hi students, let us start our class with how to learn maths in an easy way. കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം അതിനായിട്ട് നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മുടെ യൂണിവേഴ്സുമായിട്ട് മാത്സിനെ കമ്പയർ ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും മാത്സ് റിലേറ്റഡ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ആൽഫബറ്റിക് ലെറ്ററിലുള്ള ലെറ്റർ ഇ. ഈ ലെറ്റർ ഇ എന്ന് പറയുന്നതിൽ 4 ആംഗിൾസ് ആണുള്ളത്. 4 റൈറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ 4 മട്ടകോണുണ്ട്. ഇത് കൂടാതെ ഈയുടെ പ്രത്യേകത എന്താണ്? 4 സമാന്തര രേഖകളുണ്ട്. ഓക്കെ, ഈ സമാന്തര രേഖകൾ തന്നെ ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം മറ്റ് ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, പാരലൽ ലൈൻസ് ആണ്, റൈറ്റ് ആംഗിൾസും ഉണ്ട്. അതുപോലെ ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് മാത്സിനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രാക്ക് ഇറ്റ്. ഈ ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നമ്മുടേതായിട്ടുള്ള വേയിൽ കൊണ്ടുവന്ന് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് നോക്കാം. അതുകൂടാതെയുള്ള മാത്സ് പഠിക്കാനുള്ള മറ്റൊരു ടിപ്പാണ് ജസ്റ്റ് പ്രാക്ടീസ്. പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. ഇത് മൂന്നും മനസ്സിലാക്കിയാൽ മാത്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ് us start our first chapter, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട്. അതിൽ 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വെച്ചിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വെച്ചിട്ട് മറ്റൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതുമല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് വെച്ചിട്ട് അനദർ റെക്റ്റാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ 3 മെത്തേഡ്സ് അല്ലാണ്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് സെയിം ആക്കി നിർത്തിക്കൊണ്ട് എത്ര റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? ജസ്റ്റ് നമുക്ക് നോക്കാം. സപ്പോസ് എനിക്ക് വേണ്ട റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ബ്രെഡ്ത്ത് എത്ര ആക്കിക്കൊണ്ട് നമുക്ക് എത്ര റെക്റ്റാങ്കിൾസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ലെങ്ത് 8 സെൻറ്റിമീറ്റർ. ജസ്റ്റ് നമുക്കറിയാം 8 × 1.5 ആണ് അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 8 × 1.5 is equal to 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ മാത്രമേ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ ഒക്കുള്ളൂ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ വെച്ചിട്ട് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ എത്ര മെത്തേഡ്സ് ഉണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ബേസ് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ബേസ് 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇങ്ങനെ പല മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾസിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ട്രയാങ്കിളിൻ്റെ ബേസിന് ചേഞ്ച് വരരുത് എന്ന രീതിയിലാണ് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നതെങ്കിൽ എത്ര മെത്തേഡ്സിൽ നമുക്കൊരു ട്രയാങ്കിളിനെ വരയ്ക്കാൻ പറ്റും? സപ്പോസ് എൻ്റെ ട്രയാങ്കിളിൻ്റെ ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് എത്ര മെത്തേഡ്സിൽ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും? സപ്പോസ് AB എന്ന ലൈൻ 8 സെൻറ്റിമീറ്റർ. എവിടെയൊക്കെ ഇത് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. A എന്ന പോയിന്റിൽ 3 സെൻറ്റിമീറ്റർ എടുക്കാം. B എന്ന പോയിന്റിൽ നമുക്ക് മേപ്പോട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കാം. അല്ലെങ്കിൽ സെൻട്രൽ വെച്ച് 3 സെൻറ്റിമീറ്റർ എടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ A എന്ന പോയിന്റിൽ നിന്നും 3 സെൻറ്റിമീറ്റർ എടുത്തൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. B എന്ന പോയിന്റിൽ നിന്നും 3 സെൻറ്റിമീറ്റർ എടുത്ത് മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. സെൻട്രൽ നിന്നും 3 സെൻറ്റിമീറ്റർ എടുത്ത് മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. എനിക്ക് 3 ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് സെയിം ആണ്, ഹൈറ്റ് ഈക്വൽ ആണ്. പക്ഷേ ട്രയാങ്കിൾസിൻ്റെ എല്ലാം സൈഡ്സിൻ്റെ അളവ് വ്യത്യസ്തമാണ്. ഓരോ ട്രയാങ്കിളിനും ഓരോ അളവുകളാണ്. പക്ഷേ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്നുള്ള ഹൈറ്റ് സെയിം ആയതുകൊണ്ട് അവിടെ എനിക്കൊരു സമാന്തര രേഖ അല്ലെങ്കിൽ ഒരു പാരലൽ ലൈൻ ABക്ക് സമാന്തരമായി മുകളിൽ Cക്ക് ഒരു പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 3 ട്രയാങ്കിൾസിനെ, ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ, ഈ 3 ട്രയാങ്കിൾസിനെ ഞാനൊന്ന് ക്ലബ് ചെയ്ത് വെക്കുമ്പോൾ എൻ്റെ ട്രയാങ്കിളിൻ്റെ ബേസ് AB ആണ്. മുകളിൽ C എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് എനിക്ക് 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ബേസ് സെയിം ആണ്, ഹൈറ്റ്സ് സെയിം ആണ്, അതിൻ്റെ ഏരിയയും സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് ഈ 3 ട്രയാങ്കിളിൻ്റെ ഏരിയ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടുന്നു. ഓക്കെ, all triangles with the same base and area have their third vertex on a line parallel to the base. അല്ലെങ്കിൽ all triangles with the same base and the third vertex on a line parallel to the base have the same area.
ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. മറിച്ച് പറഞ്ഞാൽ ഓരോ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരമായ ഒരു വരയിലുണ്ടായ ത്രികോണങ്ങളെല്ലാം ഒരേ പരപ്പളവാണ്. അപ്പം ഈ തിയറം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം ഓക്കെ, അതിൽ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4 cm, 5 cm ആൻഡ് 6 cm. ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് ഇതേ ഏരിയയിൽ നമുക്കൊരു സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ കൂടി വരയ്ക്കണം. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് AB വരയ്ക്കുക. AB 6 cm എടുത്ത് വരയ്ക്കുക. എയിൽ നിന്നും 4 cm ഒരു ആർക്ക് വരച്ചിട്ട് C എന്ന പോയിന്റിലോട്ട് മാർക്ക് ചെയ്യുക. ബിയിൽ നിന്നും 5 cm ആർക്ക് വരച്ച് ഈ ആർക്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇതേ ഏരിയയിലുള്ള സമപാർശ്വ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. AB എന്ന ബേസ് 6 cm ആണ്. ഈ 6 cm ബേസ് ചെയ്ത് നമുക്കൊരു ലംബ സമഭാജി വരയ്ക്കണം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. നമുക്കറിയാം എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന്. എ എന്ന പോയിന്റിൽ നിന്ന് പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലോട്ടും താഴോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പകുതി കൂടുതലെടുത്ത് ഈ ആർക്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഈ രണ്ട് പോയിന്റ്സും കൂടി കൂട്ടിയോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് AB-യുടെ കൃത്യം സെൻട്രൽ കൂടി നമുക്കത് മാർക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇതാണ് AB എന്ന് പറയുന്ന ലൈനിൻ്റെ സെൻറ്റർ. AB എന്ന് പറയുന്ന ലൈനിൽ C എന്ന് പറയുന്ന ടോപ്പ് വെർട്ടെക്സുമായിട്ട് നമുക്കൊരു പാരലൽ ലൈൻ വരയ്ക്കണം. ഓക്കെ, അപ്പം ഈ പാരലൽ ലൈനിൽ നമ്മൾ നേരത്തെ വരച്ച് ജോയിൻ ചെയ്തിരുന്ന ലൈന് മുട്ടണം. ഈ പോയിന്റിനെ നമുക്ക് D എന്ന് മാർക്ക് ചെയ്യാം. ഈ ഡിയിൽ നിന്നും എയിലോട്ടും ബിയിലോട്ടും ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യാം. സോ ADB എന്ന് പറയുന്ന പുതിയ ട്രയാങ്കിൾ നമുക്ക് കിട്ടുകയാണ്. ആൻഡ് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അത്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, draw another triangle with same base and same area with left side 7 cm. നമ്മുടെ നേരത്തെ വരച്ച ട്രയാങ്കിളിൽ നിന്നും അതേ ഏരിയയിലും അതേ ബേസിലും തന്നെ 7 cm ലെഫ്റ്റ് സൈഡ് വരുന്ന രീതിയിൽ മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ AB 6 cm തന്നെ എടുക്കുക. എയിൽ നിന്നും 7 cm അളന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്കിലോട്ട് ബിയിൽ നിന്നും 5 cm അളന്ന് മറ്റൊരു ആർക്ക് വരയ്ക്കുക. ഈ രണ്ട് ലൈൻസും ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് ആ പോയിന്റിനെ D എന്ന് മാർക്ക് ചെയ്യുക. ഡിയിൽ നിന്നും എയിലോട്ടും ഡിയിൽ നിന്നും ബിയിലോട്ടും മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ വരച്ച AB എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ 6 cm പാരലായിട്ട് സിയിൽ കൂടി ഒരു ലൈൻ ഉണ്ടായിരുന്നു. ആ ലൈനിൽ ഈ പോയിന്റ് മുട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ D കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ADB എന്ന് പറയുന്ന ട്രയാങ്കിളും ACB എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ഏരിയയിലും ഈക്വൽ ബേസിലും കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് 7 cm ആയിക്കഴിഞ്ഞു. വേറൊരു ക്വസ്റ്റ്യൻ നമുക്കിനി നോക്കാം. ഡ്രോ അനദർ ഐസോസിലസ് ട്രയാങ്കിൾ വിത്ത് സെയിം ബേസ് ആൻഡ് ഏരിയ വിത്ത് സൈഡ് 5 cm. ഓൾറെഡി നമ്മൾ വരച്ച ട്രയാങ്കിളിൽ 5 cm ഉണ്ട്. നമ്മൾ ആദ്യമേ വരച്ച ട്രയാങ്കിളിൽ 4, 5 ആൻഡ് 6 cm ആയിരുന്നു വരച്ചിരുന്നത്. അതിൻ്റെ BC എന്ന് പറയുന്ന ലൈൻ ആയിരുന്നു 5 cm. ആ ലൈനിന് തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുകൊണ്ട് നമുക്ക് എയിൽ കൂടി ഒരു ലൈൻ പാരലായിട്ട് വരച്ചുകൊണ്ട് വേണം ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ. അത് എങ്ങനെയാണെന്ന് നോക്കാം. BC എന്ന് പറയുന്ന സൈഡിൽ നിന്നും അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന A എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടി ഒരു ലൈൻ പാരലായിട്ട് BCക്ക് സമാന്തരമായിട്ട് വരയ്ക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? BCക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി വരയ്ക്കുക. ഈ വരച്ച് കിട്ടിയിരിക്കുന്ന ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ നേരത്തെ വരച്ച പാരലൽ ലൈൻ എയിൽ കൂടി വരച്ച പാരലൽ ലൈനിൽ വന്ന് കട്ട് ചെയ്യുന്നതാണ്. അവിടെ കിട്ടുന്ന പോയിന്റിനെ നമുക്ക് D എന്ന് മാർക്ക് ചെയ്യാം. ആ ഡിയിൽ നിന്നും ബിയിലോട്ടും സിയിലോട്ടും നമുക്ക് ലൈൻസ് ജോയിൻ ചെയ്യാം. ഇപ്പോൾ കിട്ടുന്ന ട്രയാങ്കിളിന് BDC എന്ന് പറയുന്ന ട്രയാങ്കിളിന് നമുക്ക് നേരത്തെ എടുത്ത അതേ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും വിത്ത് ബേസ് 5 cm. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം.